എൻ്റെ പേര് ആൻസി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഡെലിവറിയുടെ സമയത്ത് നഴ്സുമാർ സ്ട്രക്ചറിൽ നിന്ന് ബെഡിലോട്ട് മാറ്റുന്ന സമയത്ത് അവരെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴെ വീണിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തണ്ടൽ വേദന തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡെലിവറിയുടെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പല ഡോക്ടർമാരെ കാണിച്ച് അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് 2 ഡിസ്കിന് അകൽച്ച് വന്നിട്ടുണ്ട്. പിന്നെ സ്പൈനലിൻ്റെ അവിടെ നീർക്കെട്ട് ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നീർക്കെട്ടിന് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പം മാറാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 3 വർഷം പല ഡോക്ടേഴ്സിനെയും കാണിച്ച്, പക്ഷേ ഒരു ഭേദം ഉണ്ടായില്ല. ഇത് കൂടി വന്നു. പിന്നെ ഫുൾ ടൈം കിടപ്പന്നെയായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. എല്ലാം ഒരാൾ ചെയ്തു തരേണ്ട അവസ്ഥയായി. കൊച്ചിനെ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ 2-ാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇരിക്കാനും നിൽക്കാനൊന്നും അധികം പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടി. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തണ്ടൽ വേദന മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആരാധന സമയത്ത് അച്ഛനും വിളിച്ച് പറഞ്ഞു ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള ഒരു കുട്ടിക്ക് മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 2-3 മാസം കഴിഞ്ഞിട്ട് ബോധ്യപ്പെടുമ്പോൾ അത് വന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് 8 മാസമായി, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും 8 മാസം. 8 മാസം കഴിഞ്ഞിട്ട് പിന്നെ വേദന ഉണ്ടായിട്ടില്ല അല്ലേ? കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ, മനസ്സിലായോ? താമസമുള്ള ധ്യാനത്തിലാണ് സംഭവിച്ചത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ അന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങാൻ കഴിയണമെന്ന്. അങ്ങനെ ഈ അടുത്ത് 15 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റിൻ്റെ സ്ഥലം മേടിക്കാനുള്ള കാശ് ഉണ്ടായുള്ളൂ. അപ്പോൾ ആ കാശിന് 15 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റി. അതും പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ. പ്രൈസ് ലോർഡ്. അതും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. കാര്യങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് ലോർഡ്. വലിയ അനുഗ്രഹം തന്നിരിക്കുന്നത് കേട്ടോ.